വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫയർ ഓഫീസറിൻ്റെ എക്സാം 12-ാം തീയതിയാണല്ലേ. അതിനു മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കിയാലോ. ഒരു മോഡൽ പേപ്പർ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ 2 മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? നമ്മൾ ഭൂവൽക്കത്തിൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ, അതായത് സിലിക്കണും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഏത് ഭാഗമാണ്? ഏത് ഭാഗത്താണ് സിലിക്കണും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള സിമ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് ഏത് ഭാഗമാണ്? ഭൂമിയുടെ ഘടനയിൽ നമ്മൾ പഠിച്ചതാണല്ലോ. ഓപ്ഷൻ ഡി ആണ്, സമുദ്ര ഭൂവൽക്കത്തിലാണ്. സമുദ്ര ഭൂവൽക്കത്തിലാണ് സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? സമുദ്ര ഭൂവൽക്കമാണ്. നെക്സ്റ്റ്, ധരാതലീയ ഭൂപടങ്ങളെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ധരാതലീയ ഭൂപടങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നു. ധരാതലീയ ഭൂപടങ്ങൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. ശരിയാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ വിശദമായി ചിത്രീകരിക്കുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ വിശദമായി ചിത്രീകരിക്കുന്നു. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി തുടങ്ങിയവയെ പറ്റി സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. അതും ശരിയാണ്. ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. തെറ്റാണ് അല്ലേ. ഭൂനികുതി കണക്കാക്കാൻ എന്ന് പറയുന്നത് വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാലയത്തിൻ്റെ മേഖലകൾ വേർതിരിക്കുന്ന നദികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, സിന്ധു, കാളി. നമ്മളിൽ ഏതാണ് ശരിയായ ജോഡികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് സിന്ധു, കാളി. പടിഞ്ഞാറൻ ഹിമാലയമാണ് സിന്ധു, കാളി. മധ്യ ഹിമാലയത്ത് എന്താണ്? കാളി, തീസ്ത. മധ്യ ഹിമാലയം കാളി, തീസ്ത. കിഴക്കൻ ഹിമാലയം തീസ്ത, ബ്രഹ്മപുത്ര. കിഴക്കൻ ഹിമാലയം തീസ്ത, ബ്രഹ്മപുത്ര. എല്ലാം ശരിയാണ്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എല്ലാം ശരിയാണ്. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി. സിന്ധു, കാളി. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി. മധ്യ ഹിമാലയം കാളി, തീസ്ത. കിഴക്കൻ ഹിമാലയം തീസ്ത, ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ബുഗ്യാൽ? ബുഗ്യാൽ എന്ന് വെച്ചാൽ എന്താണ്? ഹിമാലയത്തിലെ പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. കേവലം 1.5 ചതുരശ്ര കിലോമീറ്റർ താഴെ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? കേവലം 1.5 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രമുള്ള വിസ്തൃതിയുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ സി, പാമ്പാടും ചോല. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല. 1.5 ചതുരശ്ര കിലോമീറ്ററും താഴെയാണ് വിസ്തൃതി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, നമ്മൾ ആ വിപ്ലവങ്ങളുടെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. SCERT ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ 2021 മുതൽ 2025 വരെ ചോദിച്ച PSC പരീക്ഷകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്കറിയാം വിപ്ലവങ്ങളെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, പ്ലേലിസ്റ്റിൽ നമ്മൾ ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. സിലബസ് വേസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന സിലബസ് വേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിപ്ലവങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് ഓരോ ടോപ്പിക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം. ശരിയാണ്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം. എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടേത്. അതും ശരിയാണ്. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങളാണ്. ജനകീയ പരമാധികാരം എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ല. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം, എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെയാണ്. 1, 2, 3 ശരി വരുന്നത്. നെക്സ്റ്റ്,
ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തതാര്? ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആര്? ജോർജ് വാഷിങ്ടൺ ആണ് വരാത്തത്. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ എന്നിവയൊക്കെ ആരാണ്? ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയുള്ള കൃതി ഏതാണ്? സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. അത് പ്രമേയമാക്കിയുള്ള കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ആനന്ദമഠം. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആരാണ്? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആരാണ്? അമൃത ഷേർഗിൽ. അമൃത ഷേർഗിൽ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ശരിയില്ലാത്ത പ്രസ്താവന ഏത്? വൈക്കം സത്യാഗ്രഹം അയിത്താചാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈയെടുത്തത് ടി.കെ. മാധവനാണ്. സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ തെറ്റ് കിട്ടിയല്ലോ. ശരിയായ പ്രസ്താവനകൾ നോക്കാം. അയിത്താചാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈയെടുത്തത് ടി.കെ. മാധവനാണ്. സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. നെക്സ്റ്റ്, ബാങ്കുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം പണമായോ സ്വർണമായോ സർക്കാർ സെക്യൂരിറ്റിയായോ ബാങ്കുകളുടെ പക്കൽ തന്നെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ അറിയപ്പെടുന്നു? ബാങ്കുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപത്തിൻ്റെ നിശ്ചിത ശതമാനം പണമായോ സ്വർണമായോ സർക്കാർ സെക്യൂരിറ്റിയായോ ബാങ്കുകളുടെ പക്കൽ തന്നെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വികസനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പ്രവർത്തന ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വികസനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പ്രവർത്തന ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പുത്തൻ തലമുറ ബാങ്കുകൾ. പുത്തൻ തലമുറ ബാങ്കുകൾ. നെക്സ്റ്റ്, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ചവയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. ശരിയാണ്. 1975 റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത്. ശരിയാണ്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണിവ. അതും ശരിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നില്ല എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ എന്താണ്? പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ചവയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. 1975 റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. നെക്സ്റ്റ്, വിവിധ പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയ കാലയളവ് ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ്. ശരിയാണ്. ഏഴാം പദ്ധതി 85 മുതൽ 90 വരെയാണ്. ശരിയാണ്. എട്ടാം പദ്ധതിയോ? ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലേ. അതിനുശേഷം എട്ടാം പദ്ധതി 92 മുതൽ 97 വരെയായിരുന്നു. അതും ശരിയാണ്. ഒമ്പതാം പദ്ധതി 1997 മുതൽ 2002 വരെയാണ്. അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആൻസറിൽ ഓപ്ഷൻ വരുന്നത് സി ആണ്. 1, 2, 3, 4 ശരിയാണ്. പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 1951 സ്റ്റാർട്ട് ചെയ്തത്. 5 വർഷ കാലയളവാണ് തന്നിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് എഴുതുന്നുണ്ട് ആനുവൽ പ്ലാനും പ്ലാൻ ഹോളിഡേ ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ബാക്കി തുടങ്ങിയ വർഷം 5 വർഷക്കാലമാണെന്നും പഠിച്ചു വയ്ക്കാം.
അപ്പോൾ 6-ാം പദ്ധതി 1980 മുതൽ 85 വരെയാണ്. 7-ാം പദ്ധതി 85 മുതൽ 90 വരെയാണ്. 8-ാം പദ്ധതി 92 മുതൽ 97 വരെയാണ്. 9-ാം പദ്ധതി 97 മുതൽ 2002 വരെയാണ്. നെക്സ്റ്റ്, ക്രമസമാധാന പാലനം, വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ എന്നിവയിലേക്ക് മാത്രമായി രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ ചുരുങ്ങുന്നത് ഏത് സമ്പദ് വ്യവസ്ഥയിലാണ്? ക്രമസമാധാന പാലനം, വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ എന്നിവയിലേക്ക് മാത്രമായി രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ ചുരുങ്ങുന്നത് ഏത് സമ്പദ് വ്യവസ്ഥയിലാണ്? ഓപ്ഷൻ എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവകേരളം കർമ്മ പദ്ധതി 2-ൽ ഉൾപ്പെടാത്തത് ഏതാണ്? നവകേരളം കർമ്മ പദ്ധതി 2-ൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള പുനർനിർമ്മാണ പദ്ധതി വരുന്നു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വരുന്നുണ്ട്, ഹരിത കേരളം വരുന്നുണ്ട്. അപ്പോൾ നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്നതിൽ വരുന്നത് ഏതൊക്കെയാണ്? കേരള പുനർനിർമ്മാണ പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. ഈ കാർബൺ ന്യൂട്രൽ പദ്ധതി എന്ന് പറയുന്നത് അതിലേക്ക് വരുന്നില്ല. കേരള പുനർനിർമ്മാണ പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. നെക്സ്റ്റ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ. ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ ആണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷൻ്റെ അധ്യക്ഷൻ. നമ്മൾ പറഞ്ഞു എന്താണ് നവകേരളം കർമ്മ പദ്ധതിയിൽ വരുന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതലത്തിലെ മിഷൻ്റെ അധ്യക്ഷനാണ് ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നോക്കാം. വേതനം ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം നൽകുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണ്? വേതനം ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമാണ് നൽകുന്നത്. ഒരു കുടുംബത്തിന് പരമാവധി 100 ദിവസം തൊഴിൽ നൽകുന്നുണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ ആവില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് തെറ്റാണ് വരുന്നത്. തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലം നൽകണം, അതും ശരിയാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ശരിയായ പ്രസ്താവനകളാണ്: വേതനം ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം നൽകുന്നു, ഒരു കുടുംബത്തിന് പരമാവധി 100 ദിവസം തൊഴിൽ നൽകുന്നു, തൊഴിൽ നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് രേഖാമൂലം നൽകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്നാണ് പറയുന്നത് എന്നീ ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാണ് വാതകം? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന തന്മാത്രയിൽ കാർബൺ ഓക്സിജൻ എന്നീ ആറ്റങ്ങളുടെ അനുപാതം ഏതാണ്? എത്രയാണ് വരുന്നത്? 1:2 അല്ലേ? 1:2. 20ന് ആൻസർ ഏതാണ്? ഡി ആണ്, 1:2. കാർബൺ 1, ഓക്സിജൻ 2. നെക്സ്റ്റ്, ബ്രോൺസ്, ഓട് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ബ്രോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട് എന്ന് പറയുന്നത് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? കോപ്പർ, ടിൻ. ഓപ്ഷൻ സി കോപ്പർ, ടിൻ. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചവണ. നെക്സ്റ്റ്, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണം ഏതാണ്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ? വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനും താപപ്രേഷണത്തിന് ഉദാഹരണമാണ്?
അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന താപപ്രേഷണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വികിരണമാണ്. വികിരണം. നെക്സ്റ്റ്, ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗമേത്? ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗമേതാണ്? ഓപ്ഷൻ ബി, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ശരിയാണ്. BPL കുടുംബങ്ങളിലെ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ ഗുണഭോക്താക്കളാണ്. അതും ശരിയാണ്. 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. തെറ്റാണ്. സർക്കാർ ആശുപത്രികളിലെ പ്രസവങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം. ശരിയാണ്. അപ്പോൾ ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയാണ് BPL കുടുംബങ്ങളിലെ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ ഗുണഭോക്താക്കളാണ്. സർക്കാർ ആശുപത്രികളിലെ പ്രസവങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. നെക്സ്റ്റ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, ആരോഗ്യകിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. നെക്സ്റ്റ്, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം. ശരിയാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തെറ്റാണ്. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രോഗമാണ് പ്രമേഹം. ശരിയാണ്. അമിതവണ്ണം, അമിതഭാരം എന്നിവയുള്ളവർക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന ലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം എന്ന് പറയുന്നത്. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രോഗമാണ്. അമിതവണ്ണം, അമിതഭാരം എന്നിവയിലുള്ളവർക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ്. ഒളിമ്പിക്സ് മാർച്ച് പാസിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏതാണ്? ഒളിമ്പിക്സ് മാർച്ച് പാസിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, ഗ്രീസ്. വിവിധ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങൾ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ക്രിക്കറ്റ് യോർക്കർ. ശരിയാണ്. ഫുട്ബോൾ ഓഫ് സൈഡ്. ഹോക്കി ഡ്യൂസ്. തെറ്റാണ്. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം. ക്രിക്കറ്റ് യോർക്കർ, ഫുട്ബോൾ ഓഫ് സൈഡ്, ടെന്നീസ് ഗ്രാൻഡ് സ്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട്. ശരിയാണ്. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ശിങ്കിടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് ലഭിച്ചു കേട്ടോ. ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ശരിയാണല്ലോ. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണമാണ് കച്ചമണി. കഥകളി നടന്മാർ കാലണിയുന്ന ആഭരണമാണ് കച്ചമണി. ശരിയാണ്. നെക്സ്റ്റ്, കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അതായത് കാൻഫെഡ് സ്ഥാപിച്ചത് ആരാണ്? കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അല്ലാന്നുണ്ടെങ്കിൽ കാൻഫെഡ് സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, PN പണിക്കർ. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി സ്ഥാപിച്ചത് ആരാണ്? PN പണിക്കർ. നെക്സ്റ്റ്, ഭരണഘടനയുടെ 50-ാം അനുച്ഛേദത്തിലെ പ്രതിപാദ്യം എന്താണ്? ആർട്ടിക്കിൾ 50 പറയുന്നത് എന്താണ്?
ഇതാണ് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കൽ. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50. നെക്സ്റ്റ് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ കഴിയാത്ത ഭാഗമുണ്ട്. തെറ്റാണ്. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ശരിയായ പ്രസ്താവന. ബാക്കി നമ്മൾ വായിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ്, നിയമത്തിന് മുന്നിൽ സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അധികാരം എന്നിവയെ സംബന്ധിച്ച ചില മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ നേരിട്ട പ്രായോഗിക വൈഷമ്യങ്ങൾ നീക്കം ചെയ്യാൻ നടത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? നിയമത്തിന് മുന്നിൽ സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അധികാരം എന്നിവയെ സംബന്ധിച്ച ചില മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ നേരിട്ട പ്രായോഗിക വൈഷമ്യങ്ങൾ നീക്കം ചെയ്യാൻ നടത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി. ഒന്നാം ഭരണഘടനാ ഭേദഗതി. നിയമത്തിന് മുന്നിലുള്ള സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അധികാരം, ചില മൗലിക അവകാശങ്ങളിൽ ചില മൗലിക അവകാശങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ചെറിയ വൈഷമ്യം നേരിടാണെന്നുണ്ടെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടി നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ്, ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ പറയുന്നു അല്ലേ? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് തന്നെയാണ് വരിക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 15 മുതലാണല്ലേ വരുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 15 മുതലാണ് വരുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24 ആർട്ടിക്കിളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 29 വരെയാണ്. അല്ലല്ലോ, 25 മുതൽ 28 വരെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഓർഡർ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3, 4. നെക്സ്റ്റ്, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം 18ൻ്റെ ഭാഗമായി വരുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 352 ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? 18ആണ്. ഭാഗം ഏതാണ്? 18ആണെന്നും പഠിച്ചിരിക്കുക. അടിയന്തരാവസ്ഥ പറയുന്ന ഭാഗം ചോദിക്കുകയാണെങ്കിൽ 18ഉം ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 352 മുതൽ 360 വരെയുമാണ്. 352 മുതൽ 360 വരെയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെന്റിലെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ബജറ്റ് എസ്റ്റിമേറ്റുകളെ വിശദമായി പരിശോധിക്കാൻ അധികാരമുള്ള പാർലമെന്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. തെറ്റാണ്. ഇരുസഭകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരാണെന്ന് പറയുന്നത് തെറ്റാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അംഗസംഖ്യ 30ആണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഏതൊക്കെയാണ്? ബജറ്റ് എസ്റ്റിമേറ്റുകളെ വിശദമായി പരിശോധിക്കുവാൻ അധികാരമുള്ള പാർലമെന്റ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ തന്നെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ്. 30ആണ് അംഗസംഖ്യ. നെക്സ്റ്റ്, ഏതൊക്കെ കേസുകളിലാണ് ഒരാൾക്ക് നൽകപ്പെട്ട ശിക്ഷയ്ക്ക് മാപ്പ് കൊടുക്കുകയോ ശിക്ഷ നിർത്തിവെക്കുകയോ ഇളവ് ചെയ്യുകയോ റദ്ദാക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? ഏതൊക്കെ കേസുകളിലാണ് ഒരാൾക്ക് നൽകപ്പെട്ട ശിക്ഷയ്ക്ക് മാപ്പ് കൊടുക്കുകയോ ശിക്ഷ നിർത്തിവെക്കുകയോ ഇളവ് ചെയ്യുകയോ റദ്ദാക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? ഏതൊക്കെ കേസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ കേസുകളിലാണ്? പട്ടാളക്കോടതി കേസുകൾ വരുന്നില്ല, അതിൽ വരുന്നില്ല കേട്ടോ. കേന്ദ്ര നിയമത്തിൻ്റെ ലംഘന കേസുകൾ, അത് ശരിയാണ്. വധശിക്ഷ ശരിവെച്ച വിധികളിൽ, അതും ശരിയാണ്. സിവിൽ കോടതി വിധികളിൽ, അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 2, 3, 4 ശരി എന്നാണ്. വധശിക്ഷ ശരിവെച്ച വിധികളിൽ, സിവിൽ കോടതി വിധികളിലും അതുപോലെ തന്നെ കേന്ദ്ര നിയമത്തിൻ്റെ ലംഘനം ഉൾക്കൊള്ള കേസുകളിലൊക്കെ എന്ന് പറയുന്ന ഒരാൾക്ക് നൽകപ്പെട്ട ശിക്ഷയ്ക്ക് മാപ്പ് കൊടുക്കുകയോ ശിക്ഷ നിർത്തിവെക്കുകയോ ഇളവ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. നെക്സ്റ്റ്,
2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ആരോഗ്യമുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. ആരോഗ്യമുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശമാണ് ആരോഗ്യമുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാനും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു. 2024 കേരള ശ്രീ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? 2024 കേരള ശ്രീ പുരസ്കാര ജേതാക്കളാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് വരാം? സഞ്ജു സാംസൺ വിശിഷ്ട അതിഥിയാണ്. 2024 കേരള ശ്രീ പുരസ്കാര ജേതാവും കൂടിയാണ് സഞ്ജു സാംസൺ. BK മാത്യൂസ്, നാരായണ ഭട്ടതിരി, കലാമണ്ഡലം വിമല മേനോൻ എന്നിവയൊക്കെ എന്താണ് 2024 കേരള ശ്രീ പുരസ്കാര ജേതാക്കളാണ്. സഞ്ജു സാംസൺ, BK മാത്യൂസ്, നാരായണ ഭട്ടതിരി, കലാമണ്ഡലം വിമല മേനോൻ. നെക്സ്റ്റ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടിക്ക് വേദിയായത് ഏത് സ്ഥലമാണ്? അല്ലേ, ലോക സാമ്പത്തിക ഫോറത്തിന് 55ാമത്തെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് 55ാമത്തെ ഉച്ചകോടിക്ക് വേദിയായത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ. നെക്സ്റ്റ്. അടുത്തിടെ അന്തരിച്ച നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ കഥകളിയിൽ ഏതു രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്? അടുത്തിടെ അന്തരിച്ച നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ കഥകളിയിൽ ഏത് രംഗത്താണ് പ്രാഗൽഭ്യം തെളിയിച്ചത്? ഉടുത്തുകെട്ട്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 2025 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മികച്ച ചിത്രമായ ദ ബ്രൂട്ടലിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച ചിത്രം എന്നാണ്? ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. നെക്സ്റ്റ്. ആഡ്രിയൻ ബ്രൂഡിയാണ് മികച്ച സംവിധായകൻ. തെറ്റാണ്. ഫെർണാണ്ടോ ടോറസ് മികച്ച നടിയായിരുന്നു. ശരിയാണ്. കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായി എമിലിയ പെരസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായെന്ന് നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞു. ശരിയായി നോക്കാം. 2025 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഫെർണാണ്ടോ ടോറസ് ആണ് മികച്ച നടിയായിരുന്നത്. കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായിട്ട് എമിലിയ പെരസ് തിരഞ്ഞെടുക്കപ്പെട്ടു. നെക്സ്റ്റ്. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ബഹാദൂർ സിംഗ് സാങ്ങു ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ആണ് ഓപ്ഷൻ ബി കോട്ടയം. 2025 കേരളത്തിൽ നിന്നുള്ള പത്മ പുരസ്കാര ജേതാക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2025 കേരളത്തിൽ നിന്നുള്ള പത്മ പുരസ്കാരവുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. ശരിയാണ്. കർണാടക സംഗീതജ്ഞ K. ഓമനക്കുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ശരിയാണ്. നടി ശോഭന, മുൻ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു 2025. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനമുള്ളത് ആർക്കാണ്? 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഓപ്ഷൻ സി മഹാരാഷ്ട്ര. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ഓപ്ഷൻ എ കാർലോസ് അൽക്കാരസ്. നെക്സ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വായിച്ചു പോകാം. പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ആൻസർ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ, ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 41, 50, 59 ഡാഷ് എന്ന സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 9 ആണ്. ഈ ശ്രേണിയിൽ 25ാം പദം 260 ആണ്. ആൻസർ വരുന്നത് എ ആണ്. 1 ശരിയും 2 തെറ്റുമാണ്. നെക്സ്റ്റ്,
180 രൂപയ്ക്ക് ഒരു ബുക്ക് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ബുക്കിനെ വാങ്ങിയ വില 220 ഈ ബുക്കിന് 10% ലാഭം കിട്ടണമെങ്കിൽ അത് 300 രൂപയ്ക്ക് വിൽക്കണം. ഓപ്ഷൻ ബി എല്ലാം തെറ്റാണ്. ഒരു വൃത്തസ്തൂപികയുടെ ഉയരവും പാദവ്യത്യാസവും തുല്യമാണ്. പാദ ആരം 6 ആയാൽ പാർശ്വ ഉന്നതി എത്രയാണ്? ഓപ്ഷൻ സി √5r. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഓപ്ഷൻ ബി 24. ഒരു ചതുരക്കട്ടയുടെ വീതിയും നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം 3:2:5. അതിൻ്റെ വ്യാപ്തി 3750 cm³ ആണെങ്കിൽ വീതി എത്രയാണ്? ഓപ്ഷൻ ഡി 15 cm. ഒരു കോഡ് ഭാഷയിൽ സർക്കിളിനെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. സ്ക്വയറിനെ അങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്. ഡി. 57ൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. നെക്സ്റ്റ് 2018 ജനുവരി 8 വ്യാഴമായാൽ അതേ വർഷത്തിലെ ജൂലൈ 20 ഏത് ദിവസമാണ്? ഓപ്ഷൻ ഡി തിങ്കൾ. ഒരു ക്ലോക്കിൽ 10 മണി അടിക്കാൻ 27 സെക്കൻഡ് എടുത്താൽ 4 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഓപ്ഷൻ സി 18 സെക്കൻഡ്. താഴെ തന്നിട്ടുള്ള ശ്രേണി പൂർണ്ണമാക്കുക. ഓപ്ഷൻ എ HJL. നെക്സ്റ്റ് ഇംഗ്ലീഷാണ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് മോഡൽ വെർബ്. I read English when I was 4 years old. ഓപ്ഷൻ സി ആണ്. കുഡ്. നെക്സ്റ്റ് ഡാഷ് ദ സൺ റോസ് ദ ഫോഗ് ഡിസപ്പിയർഡ്. ഡാഷ് ദ സൺ റോസ് ദ ഫോഗ് ഡിസപ്പിയർഡ്. ഓപ്ഷൻ ഡി എസ്. പിക്ക് ഔട്ട് ദ അബ്സ്ട്രാക്റ്റ് നൗൺ. ഓപ്ഷൻ എ ട്രൂത്ത്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പുട്ട് ദിസ് പിക്ചർ ഓൺ ദ ടേബിൾ. ഓപ്ഷൻ ബി ലെറ്റ് ദിസ് പിക്ചർ ബി പുട്ട് ഓൺ ദ ടേബിൾ. കംപ്ലീറ്റ് സ്യൂട്ടബിളി. If you want to come. ഓപ്ഷൻ എ I will get a ticket for you. നമ്മൾ ക്ലോസ് മാത്രമായിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാൻ കാരണം അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ആ ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അത് കണ്ടാൽ നമുക്ക് എന്തായാലും ഈ ക്ലോസ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. He said I am planning our holidays. ഓപ്ഷൻ സി he said that he was planning their holidays. ചൂസ് ദ മിസ്സ്പെൽറ്റ് വേർഡ്. തന്നിരിക്കുന്ന ഏതാണ് മിസ്സ്പെൽറ്റ് വേർഡ്? ഓപ്ഷൻ ബി ആണ് അറ്റൻഡൻസ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓപ്ഷൻ ഡി ഹാവ് ബീൻ വെയിറ്റിംഗ്. We have been waiting for the train since morning. Supply the right question tag. Be loyal to your friends. Option B will you. In the dog house, this idiom means. Option C in trouble. നെക്സ്റ്റ് മലയാളമാണ്. മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6-7 ക്ലാസ്സുകൾ നമ്മൾ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ BC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മലയാളം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, കാണാം കേട്ടോ ക്ലാസ്. അപ്പോൾ എന്താണ് പകൽ എന്നതിൻ്റെ പര്യായമായി വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ വാസരം. നെക്സ്റ്റ് താവകം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി മാമകം. താവകം മാമകം. നെക്സ്റ്റ് താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയിരിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി ഐച്ഛികം. നളബാഹുകം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രച്ഛന്ന രൂപം. ഹോം ട്രൂത്ത് എന്നതിൻ്റെ തർജ്ജമ എന്താണ്? ഓപ്ഷൻ ബി അപ്രിയ സത്യം. നെക്സ്റ്റ്
താഴെ കൊടുത്തവയിൽ ദിഗു സമാസത്തിന് ഉദാഹരണമാണ്. താഴെ കൊടുത്തവയിൽ ദിഗു സമാസത്തിന് ഉദാഹരണം ഏതാണ്? നവരാത്രി. കേൾ പ്ലസ് ടു കേട്ടു എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? കേൾ പ്ലസ് ടു കേട്ടു എന്നത് ഏത് സന്ധി നിയമമാണ്? ഓപ്ഷൻ സി ആദേശസന്ധി. മർത്യജന്മം എന്നത് ഘടകപദങ്ങളാക്കിയാൽ ഓപ്ഷൻ ബി മർത്യൻ്റെ ജയം. അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? പരദാരം. പിതാമഹൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ്. ഓപ്ഷൻ എ പിതാമഹി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ്. ഇന്ത്യയൊട്ടാകെ ഏപ്രിൽ 14 അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. 1944 ഏപ്രിൽ 14 മുംബൈ തുറമുഖത്തുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് അഗ്നിശമന ദിനം ആചരിക്കുന്നത്. SS ഫോർട്ട് സ്റ്റിക്കിനെ എന്ന കപ്പലിലാണ് പ്രസ്തുത തീപിടുത്തമുണ്ടായത്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, മുഴുവൻ ചർമ്മ പാളികളെയും അതിനിടയിലുള്ള കലകളെയും ബന്ധിക്കുന്ന തീപ്പൊള്ളൽ ഏതാണ്? തീപ്പൊള്ളൽ എത്രാമത്തെ ഡിഗ്രി പൊള്ളലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3-ാം ഡിഗ്രി പൊള്ളൽ. ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ആവശ്യം വേണ്ട വസ്തുക്കളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ആവശ്യം വേണ്ട വസ്തുക്കളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? റബ്ബർ ഗ്ലൗസ്, കത്രിക, വിവിധ തരം ബാൻഡേജുകൾ, CPR മാസ്ക് എന്നിവയെല്ലാം വരും. ഓപ്ഷൻ ഡി ആണ് ശരി. താഴെ തന്നിരിക്കുന്നവയിൽ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? പെട്ടെന്ന് ബോധം മറന്ന് നിലത്ത് വീഴുക, വായിൽ നിന്ന് നുരയും പതയും വരിക, കണ്ണുകൾ മുകളിലേക്ക് മറഞ്ഞു പോകുക, മേൽപ്പറഞ്ഞവയെല്ലാം. ഒരു അപകടത്തിൻ്റെയോ പരിക്കിൻ്റെയോ ഫലമായല്ലാതെ അസ്ഥിക്കുണ്ടാകുന്ന ദുർബലത കാരണം സംഭവിക്കുന്ന ഫ്രാക്ചറുകൾക്ക് പറയുന്ന പേരെന്താണ്? ഒരു അപകടത്തിൻ്റെയോ പരിക്കിൻ്റെയോ ഫലമായല്ലാതെ അസ്ഥിക്കുണ്ടാകുന്ന ദുർബലത കാരണം സംഭവിക്കുന്ന ഫ്രാക്ചറുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി പത്തോളജിക്കൽ ഫ്രാക്ചർ. ശ്വാസനാളത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥയിൽ അവലംബിക്കേണ്ട പ്രഥമ ശുശ്രൂഷ രീതികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശ്വാസനാളത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരം തടസ്സപ്പെടുകയാണെങ്കിൽ. രോഗിയെ ഒരു കൈ നെഞ്ചിന് കുറുകെ വെച്ച് താങ്ങി നിർത്തി കുനിച്ചു നിർത്തിയ ശേഷം 2 ചുമൽപ്പലകൾക്കിടയിൽ ശക്തിയായി അടിക്കുക. രോഗിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു കൈയുടെ തള്ളവിരൽ ആദ്യം ഉള്ളിലേക്ക് മടക്കി മുഷ്ടി ചുരുട്ടി പൊക്കിളിനും നെഞ്ചെല്ലിൻ്റെ കീഴറ്റത്തിനും മധ്യത്തിൽ വെച്ച് മറുകൈ കൂടി ചേർത്ത് വെച്ച ശേഷം അകത്തേക്കും മുകളിലേക്കുമായി നല്ല ബലം പ്രയോഗിച്ച് അമർത്തുക. കുട്ടികളാണെങ്കിൽ കൈത്തലത്തിൽ കിടത്തി പുറത്ത് കൈകൊണ്ട് തട്ടുക. 2 വിരൽ ഉപയോഗിച്ച് നെഞ്ചിൽ മർദ്ദം കൊടുക്കുക. രോഗി അബോധാവസ്ഥയിലായി ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥ വന്നാൽ CPR നൽകുക. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏത് രോഗാവസ്ഥയുടെ ചികിത്സാ ഏകോപനത്തിനായുള്ള വിലയിരുത്തലിനാണ് 4 സ്ക്വയർ സ്റ്റെപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി പക്ഷാഘാതം. ഒരു ഹസാർഡ് മാപ്പിൽ ഓറഞ്ച് നിറത്തിൽ സൂചിപ്പിക്കുന്നത് ഏത് തരം സ്ഥലമാണ്? ഓപ്ഷൻ എ ഗുരുതരമായതും ഉയർന്നതുമായ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ സ്വാഭാവികമായും രക്തചംക്രമണം നിന്നു പോകുന്നു. അതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അബോധാവസ്ഥയിലുള്ള ഒരാൾ ശ്വസിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ അയാളുടെ ഹൃദയതാളം വീണ്ടെടുക്കാൻ CPR നൽകി തുടങ്ങണം. ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ താഴെ പറയുന്നവയിൽ ഏതാണ്? മുന്നോട്ട് അല്പം ചായുകയും മൂക്കിൻ്റെ മൃദുലമായ ഭാഗത്ത് അമർത്തുകയും ചെയ്യുക. സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് നിരക്ക് എത്രയാണ്? 60 to 100 പെർ മിനിറ്റ്.
ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ധമനികൾ. ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ശരിയായ രീതിയുടെ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്, പാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തീപിടുത്തത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി, ഓക്സിജന്റെ ലഭ്യത തടഞ്ഞ്. ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കെട്ടിടത്തിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ സ്ഥാപിക്കേണ്ടതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി, ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലും എക്സിറ്റ് പോയിന്റുകൾക്ക് സമീപവും. നെക്സ്റ്റ്, ഒരു PPE കിറ്റിൽ അടങ്ങിയിട്ടില്ലാത്ത വസ്തു ഏതാണ്? ഓപ്ഷൻ ഡി, മൂർച്ചയുള്ള കത്തി വരുന്നില്ല, N95 മാസ്ക്, ഹാൻഡ് ഗ്ലോവ്സ്, ഫേസ് ഷീൽഡ്. അണലിയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ എന്തിനെയാണ് ബാധിക്കുന്നത്? അണലിയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ എന്തിനെയാണ് ബാധിക്കുന്നത്? രക്തചംക്രമണ വ്യവസ്ഥ. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം എന്നാണ്? ഓപ്ഷൻ സി, നവംബർ 30. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 2000 ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? IT ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ, KR നാരായണൻ. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ, ഇനി മാത്സ് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, പറയുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ആൻസർ നോക്കുക, ചെയ്ത് ശരിയാണോ എന്നുള്ളത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.